ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ കീഴിൽ വരുന്ന 55 മാനേജ്മെൻറ്റ് ട്രെയിനിങ് പോസ്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് 55 മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഗ്രൂപ്പിലേക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 55 മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ മുന്നേ നമ്മൾ ചെയ്യാതിരുന്നത്. എന്തായാലും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളുക. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് സെക്ടറിൻ്റെ അകത്ത് വരുന്ന ഒരു കമ്പനി ലിമിറ്റഡ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് വരുന്നത്. കാരണം ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഫാമിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്കാണ്, ഇൻഷുറൻസ് സെക്ടറാണ് ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയത് ജനുവരി 30 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ആണ് 20 ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് 20 ഫെബ്രുവരിയാണ് ഡേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കിക്കോളാം. ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് നമുക്ക് മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്ന ടെൻറ്റേറ്റീവ് സമയമാണ് ഇതിൽ നിൽക്കുന്നത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ AICയുടെ വെബ്സൈറ്റിൽ ഇതെല്ലാം വരും. ഇതെല്ലാം AIC അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ ഉള്ളതാണ്. അപ്പോൾ ഡൗൺലോഡിങ് ഓഫ് കോൾ ലെറ്റേഴ്സ് ഒക്കെ അറൗണ്ട് 10 ദിവസം മുമ്പേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ലെറ്റർ ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും ഇമെയിൽ ID ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ, അതിലേക്കായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ വരുന്നത്. അതൊക്കെ ഉണ്ട്. ഇനി അടുത്ത ഓൺലൈൻ പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 10 ഡേയ്സിന് മുന്നേ ആയിട്ട് SC/ST OBC PWD കാൻഡിഡേറ്റ്സിനൊക്കെ എന്തുണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മുമ്പേ ഒരു പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ഒക്കെ അവർക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് രജിസ്ട്രേഷൻ ഡേറ്റ് 20 ഫെബ്രുവരി വരെ മാത്രമേ ഉള്ളൂ. ഡേറ്റ് വരുന്നത്, എക്സാം ഡേറ്റ് വരുന്നത് മാർച്ച് ഏപ്രിൽ ടൈമിലായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.aicofIndia.com കയറി വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. നമുക്ക് വാക്കൻസി വന്നിട്ടുള്ളത് IT ആക്ച്വറിയൽ ജനറലിസ്റ്റ് പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. IT-യിലേക്ക് 20 വാക്കൻസി, ആക്ച്വറിയലിലേക്ക് 5 വാക്കൻസി, ജനറലിസ്റ്റിലേക്ക് 30 വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. നമ്മളിത് കുറേ മുന്നേ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയ വാക്കൻസി ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഇങ്ങനെ ഒരു ജോബ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ടോട്ടൽ 55 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ബാക്ക്ലോഗ് വാക്കൻസി 20 എണ്ണം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ബാക്ക്ലോഗ് വാക്കൻസി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് സമയത്ത് ആ വാക്കൻസി വന്ന ഒരു 20 വാക്കൻസിയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഒരു വാക്കൻസിയും കൂടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് പ്ലസ് ബാക്ക്ലോഗ് ആണ് ടോട്ടലി നോക്കുകയാണെങ്കിൽ 55 വാക്കൻസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 20 വാക്കൻസി ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെയാണ്, ബാക്ക്ലോഗ് വാക്കൻസി ആണെന്ന കാര്യം ആലോചിക്കുക. കാറ്റഗറി വൈസ് വാക്കൻസി നമുക്ക് നോക്കാം. OBCക്ക് 19 വാക്കൻസി, SC/STക്ക് 9ഉം 5ഉം വാക്കൻസി, EWSന് 6 വാക്കൻസി, URന് 16 വാക്കൻസി, അങ്ങനെയാണ് 55 വാക്കൻസി വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ബാക്ക്ലോഗ് എടുത്ത് പറയുന്നുണ്ട്. 10 OBC വാക്കൻസി, SCക്ക് 4 എണ്ണം, STക്ക് 3 എണ്ണം, EWSന് 3 എണ്ണം, ഇങ്ങനെ 20 എത്രയാണ് ബാക്ക്ലോഗ് വാക്കൻസിയും, അല്ലാത്തത് എന്താണ് നോർമൽ വാക്കൻസിയാണ്. പിന്നെ ഇതിൽ തന്നെ PWD കാൻഡിഡേറ്റ്സിന് 8 വാക്കൻസീസ് പറയുന്നുണ്ട് കേട്ടോ. വിഷ്വലി ഇമ്പയർഡിന് 1, ഹിയറിംഗ് ഇമ്പയർഡ് ഉള്ളവർക്ക് 4 എണ്ണം, OC ഉള്ളവർക്ക് 1, അങ്ങനെ MD മൾട്ടിപ്പിൾ ഡെഫിഷ്യൻസി ഡിസോർഡർ ഉള്ളവർക്ക് 2 എണ്ണം. അങ്ങനെയാണ് ആ ഒരു വേക്കൻസി ലിസ്റ്റിംഗ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് കൃത്യമായി ശ്രദ്ധിക്കുക. OC എന്ന് പറയുന്നത് ഓർത്തോപെഡിക്കലി നമുക്ക് ബുദ്ധിമുട്ടുള്ള ചാലഞ്ച്ഡ് ആയിട്ടുള്ളവർക്കാണ് അത് വരുന്നത്. MD മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവർക്കാണ്. അങ്ങനെ എല്ലാ കാറ്റഗറിയും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ആ ഒരു വാക്കൻസി കുറവ്. എന്നാലും അത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ട്രെയിനിങ് എന്ന് പറയുന്നത് 1 വർഷത്തേക്കാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്കെയിൽ ഓഫീസറായിട്ടാണ്. മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിലേക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ്, പ്രൊബേഷണറി പീരീഡ് പോലെ ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ഇനി അടുത്തത് നിങ്ങൾക്ക് വരുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ടെർമിനേഷനൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് 1 വർഷത്തിനുള്ളിൽ ഇറങ്ങി പോവുകയാണെങ്കിൽ അതിൻ്റെ പിഴയൊക്കെ അടയ്ക്കണമെന്നുള്ളൊരു കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോഴേ പറയുന്നുണ്ട്, ലിക്വിഡേഷനൊക്കെ പറയുന്നുണ്ട്. 4 ലക്ഷം 2 ലക്ഷമൊക്കെ കൊടുക്കണമെന്നൊക്കെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ബോണ്ടുണ്ട്, കാരണം ബാങ്ക് റിലേറ്റഡ് ഫീൽഡ് ആണല്ലോ, അതുകൊണ്ട് ബോണ്ടുകളുണ്ട്. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടല്ലോ 50,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. 50,000-ൽ നിന്ന് തുടങ്ങി 90,000 വരെ കിട്ടുന്ന ഒരു സാലറി പാക്കേജിങ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ബാങ്കിൻ്റെ സെക്ടർ എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വാക്കൻസി, ഇതിൻ്റെ ഒരു സാലറി പാക്കേജിങ് ആണ്. 50,000-ൽ നിന്ന് തുടങ്ങി 90,000 വരെ വരുന്ന ഒരു സാലറി ഇൻവോൾവ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഇനി
അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ജനറലിസ്റ്റുകാരായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 1/12/2024 നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതായത് കാൻഡിഡേറ്റ് മസ്റ്റ് പൊസസ് ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. 60% മാർക്കാണ് UR OBC EWS കാൻഡിഡേറ്റ്സിന് വേണ്ടത്. അതേസമയം 55% SC ST PWD കാൻഡിഡേറ്റ്സിന് വേണ്ടത്. ജനറലിസ്റ്റ് കാറ്റഗറി ആയതുകൊണ്ടാണ് അവർക്ക് എന്ത് പറയുന്നില്ല, ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് പറയാതെ തന്നെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഉള്ള ആർക്ക് വേണമെങ്കിലും, ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് സ്പെഷ്യലിസ്റ്റുകളാണ്. സ്പെഷ്യലിസ്റ്റ് ആണ് IT-യും ആക്ച്വറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വറിയലിനാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എന്തിന് വേണം, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഓർ മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, UR OBC EWS കാൻഡിഡേറ്റ്സിന് 60%, അതുപോലെ SC ST PWD കാൻഡിഡേറ്റ്സിന് 55% മാർക്കായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ പഠിക്കേണ്ട സബ്ജക്ട് എന്താണ്, ആക്ച്വറിയൽ ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടാവണം, മാത്തമാറ്റിക്സിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ആക്ച്വറിയൽ സയൻസിൽ അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 60% മാർക്ക് ഇൻ എയ്തർ ഓഫ് ദ ഡിഗ്രി എക്സാമിനേഷൻ ഫോർ ഓക്കെ. ആക്ച്വറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാച്ചിലേഴ്സ് ഉള്ളവർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതില്ല, കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ് കേട്ടോ. ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതിലാണ്, ഒന്നീ എക്കണോമിക്സിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ ആക്ച്വറിയൽ സയൻസിൽ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി IT ആണ്, നിങ്ങൾ IT ആണ് വയ്ക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നീ ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ BTech ഉണ്ടാവണം, അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ ME മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗിൽ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MTech ഉള്ളവർക്ക് ഏതിൽ, കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ IT-യിലോ MCA-ലോ ഉള്ളവർക്കായിരിക്കണം ഈ ഒരു ചാൻസ് വരുന്നത്, IT-യുടെ ചാൻസ് വരുന്നത്. അപ്പോൾ BTech പഠിച്ചവർക്കോ MTech പഠിച്ചവർക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കോ കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ MCA-ലോ പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. 60% UR OBC EWS കാൻഡിഡേറ്റ്സിനും 55% SC ST PWD കാൻഡിഡേറ്റ്സിനും മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ 1/12/2024 മുന്നേ ഉള്ളതായിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇൻ അഡീഷൻ ടു ദ എബോ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ദ ഫോളോയിങ് എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് അവർക്ക് വേണമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്, IT പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അറിഞ്ഞിരിക്കണം, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ അറിഞ്ഞിരിക്കണം, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അറിയണം എന്നുള്ളൊരു കാര്യം കൃത്യമായി അവർ പറയുന്നുണ്ട്. എസെൻഷ്യൽ സ്കിൽസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും പിന്നെ എന്താണ് എസെൻഷ്യൽ സ്കില്ലൊക്കെ ഡിസൈറബിൾ സ്കിൽസ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എസെൻഷ്യൽ സ്കിൽസ്. ഇതിൽ എന്തെങ്കിലും അത്യാവശ്യം ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനോ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനോ സിസ്റ്റം അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയോ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ എഫിഷ്യൻസി ആൻഡ് പ്രൊഫിഷ്യൻസി ഓഫ് റീജിയണൽ ലോക്കൽ ലാംഗ്വേജ് ആണ് പിന്നെ വേണ്ടതായിട്ടുള്ള ഒരു കാര്യം. റീജിയണൽ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത്, കേരളയിലാണെങ്കിൽ കേരളയിൽ ഏതെങ്കിലും ഒരു കേരളയുടെ മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ ലോക്കൽ ലാംഗ്വേജ് പറയാൻ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ റീജിയൻ്റെ ലോക്കൽ ലാംഗ്വേജ് പറയാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 1/12/2024 നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത ഏജിന്റെ കാര്യം പറയുമ്പോഴും 1/12/2024 മിനിമം ഏജ് 21 വയസ്സും മാക്സിമം ഏജ് 30 വയസ്സുമാണ് പറയുന്നത്. അപ്പോൾ 21-നും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ടൈം കൃത്യമായി പറയുന്നുണ്ട്. അതിലൊപ്പം തന്നെ SC ST PWD കാൻഡിഡേറ്റ്സിനൊക്കെ വരുന്ന റിലാക്സേഷൻ പറയുന്നുണ്ട്. 30 വയസ്സ് വരെയുള്ളവർക്ക് നോർമൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. OBC ആകുമ്പോൾ അത് 33 വയസ്സ് വരെയും SC ST ആകുമ്പോൾ അത് 35 വയസ്സ് വരെയും, ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 10 വയസ്സ് 40 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പോസ്റ്റ് വാക്കൻസി കുറവാണെങ്കിലും വാക്കൻസികൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ അതുപോലെ എക്സ് സർവീസ് മാന് 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യമാണ് നമുക്കിവിടെ വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമായിരിക്കും. അപ്പോൾ എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ? ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും പിന്നെ ഇൻ്റർവ്യൂ ആണ് വരുന്നത്. കാരണം ബാങ്കിങ് സെക്ടറിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ടയർ എക്സാമിനേഷൻ പിന്നെ ഇൻ്റർവ്യൂ ബോർഡുമാണ് നിങ്ങളെ പിന്നെ ഉള്ള സെലക്ഷനായിട്ട് വരുന്നത്. അപ്പം ദ സെലക്ഷൻ ഷോൾ ബി ബേസ്ഡ് ഓൺ ദ ഷോർട്ട് ലിസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ഓൺലൈൻ എക്സാമിനേഷൻ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. കാൻഡിഡേറ്റ്സ് ഹാവ് ടു അപ്പിയർ ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ. ഒബ്ജക്റ്റീവും ഉണ്ട് ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. 1
150 മാർക്സ് ഫോർ 2.5 hours ആണ്. അതായത് 150 മിനിറ്റിലേക്കാണ് നിങ്ങളുടെ പരീക്ഷ വരുന്നത്. അപ്പോൾ 2.5 മണിക്കൂർ സമയമുണ്ട്. 150 മാർക്കിനാണ് ടോട്ടൽ വരുന്നത്. അതിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഇത്ര ശതമാനം വീതം ക്വാളിഫൈ ആവണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജനറലിസ്റ്റും ഉണ്ട്, ആക്ച്വറിയൽ പോസ്റ്റും ഉണ്ട്. ആക്ച്വറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വറിയലും നമ്മൾ പറഞ്ഞു സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്കാണ് ആക്ച്വറിയൽ വരുന്നത്. അപ്പോൾ ജനറലിസ്റ്റുകാർ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് ഓഫ് റീസണിങ്ങിൻ്റെ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ജനറൽ കറണ്ട് അഫേഴ്സ്, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് അവയർനെസ്സിൽ വരുന്ന കുറച്ച് ടോപ്പിക്സുകൾ എന്തിലുണ്ടായിരിക്കും? ജനറൽ അവയർനെസ്സിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് 35 ക്വസ്റ്റ്യൻസ്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലിറ്ററസി ഒരുമിച്ച് കയറിയിട്ട് 40 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്. നിങ്ങൾ ഇംഗ്ലീഷ് അത്യാവശ്യം വായിക്കാനും എഴുതാനും അറിയാമെന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നത്. അതിന് എസ്സേ അല്ലെങ്കിൽ ഇമെയിൽ റൈറ്റിംഗ് പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിനൊരു 10 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഒള്ളിയാണ് സെലക്ട് ചെയ്യേണ്ടത്. 30 മിനിറ്റ് അതിന് പ്രത്യേകം. അതാണ് 2.5 മണിക്കൂർ വരുന്നത്. 2 മണിക്കൂറിൽ എന്തൊക്കെയാണ്? റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, മാത്സ്, കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കുകളാണ് 2 മണിക്കൂറിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അരമണിക്കൂറിൽ 2 ക്വസ്റ്റ്യൻ കാണും, 10 മാർക്കിന് കാണും. അതെന്താണ്? എസ്സേയും പ്രസീസ് റൈറ്റിങ്ങും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ തന്നിക്കും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വിപുലീകരിച്ച് എഴുതാൻ പറയുമായിരിക്കും. അങ്ങനെയാണ് ജനറലുകാർക്കുള്ള ടെസ്റ്റ് വരുന്നത്. ഇനി ആക്ച്വറിയലുകാർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വരുന്നത്? ഒരു കാര്യം മാറ്റിയിട്ട് എന്ത് വരും? ഇവിടെ 4 ഉള്ളൂ. ഇവിടെ എന്ത് വരും? 5 സബ്ജക്റ്റ് വരും. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ നോളജ് ആയിരിക്കും. ബാക്കി എല്ലാത്തിനും അപ്പോൾ എന്ത് ചെയ്യും? മാർക്ക് കട്ട് ചെയ്ത് വരും. ഇവിടെ കണ്ടോ, ജനറൽ അവയർനെസ്സിന് 35 മാർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ എത്രയേ ഉള്ളൂ? ജനറൽ അവയർനെസ്സിന് 10 മാർക്കേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അവിടെ എന്താണ്? ഡൊമൈനാണ് ഇമ്പോർട്ടൻസ്. അതായത് നിങ്ങൾ പഠിച്ച ട്രേഡിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ പ്രൊഫഷണൽ നോളജിനാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? 60 മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച സാധനം IT ആണെങ്കിൽ ബിടെക് ആണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുന്നത്? ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. 40 ക്വസ്റ്റ്യൻസ് 60 മാർക്കിനാണ് ചോദിക്കുന്നത്. പിന്നെ എന്താണ്? എസ്സേ റൈറ്റിംഗും പ്രസീസും നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് അരമണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അതങ്ങനെ എടുത്ത് ചോദിക്കും. ആക്ച്വറിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ എക്കണോമിക്സിന്റെ പ്രൊഫഷണൽ നോളജോ അല്ലെങ്കിൽ ആക്ച്വറിയൽ സയൻസിന്റെയോ അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെയോ ആയിരിക്കും വരുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് IT ആണെങ്കിൽ സെപ്പറേറ്റ് പ്രൊഫഷണൽ നോളജ് കണ്ടോ, 100 മാർക്കിനാണ് IT ചോദിക്കുന്നത്. ITയുടെ റീസണിങ്ങും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും മാത്സും ഒക്കെ എന്താണ്? 10 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. അവിടെ എന്താണ് കൂടുതൽ? പ്രൊഫഷണൽ നോളജിനാണ് 100 മാർക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. ഇവിടെ പ്രൊഫഷണൽ നോളജിന് 100 മാർക്കും IT-യിലാണെങ്കിൽ 100 മാർക്കും. ഇവിടെ എത്രയാണ്? 60 മാർക്കുമാണ് പ്രൊഫഷണൽ നോളജിന് വരുന്നത്. ആ കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിൽ ക്വാളിഫൈ ആവുന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താണ്? ഇൻ്റർവ്യൂ ആയിരിക്കും നിങ്ങളെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. The number of candidates to be called for interview will be 3 times. ഇപ്പോൾ ഇത്ര വാക്കൻസി വിളിച്ചിട്ടുള്ളൂവെങ്കിലും ഇതിൽ നിന്ന് 3 ഇരട്ടിയായിട്ടുള്ള ആൾക്കാരെ അവർ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ഇൻ്റർവ്യൂ വരെ എത്തും എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഇത് മാർക്കിംഗ് പോരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സെലക്ഷനൊക്കെ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചോളുക. എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് കോൾ ലെറ്റേഴ്സിൽ ഉണ്ടായിരിക്കും. മാക്സിമം നമുക്ക് കേരളയിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേരളയുടെ. ഇപ്പോൾ കേരളയിലാണെങ്കിൽ എറണാകുളം, തിരുവനന്തപുരം എന്ന് പറയുന്ന 2 എക്സാം സെൻറ്റേഴ്സ് ആണുള്ളത്. അവിടെ എവിടെയെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റർ ഒക്കെ എവിടെ വരും? നിങ്ങൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ www.aicofindia.in എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ PDF നമ്മൾ താഴെ ഇതിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ രജിസ്ട്രേഷൻ ID-യും ലോഗിനൊക്കെ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യും? അതിലേക്ക് സബ്മിറ്റ് ആവും. നിങ്ങളുടെ ഫീസ് അടയ്ക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഫീസ് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഫീസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുണ്ടാവും. 1000 അല്ലെങ്കിൽ 500 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളത് എടുത്ത് നോക്കുക കേട്ടോ. പ്രോസസ്സ് സമയത്ത് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കുറച്ച് വാക്കൻസി ഉള്ളൂ. കൃത്യമായി നിങ്ങൾ പഠിക്കുമെന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വന്നിട്ടുള്ളത്. അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ കീഴിൽ വരുന്ന ജോലിയാണ്. 90,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കിട്ടും? ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ്. 1 ലക്ഷം അടുപ്പിച്ച് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും സാലറി പാക്കേജ് ഉണ്ട്. അതിൻ്റേതായ ഒരു റിസ്ക് എലമെൻസും ഉണ്ടായിരിക്കും. അവർ സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, പഠിക്കാൻ താല്പര്യമുള്ളവരാണ്, മാർച്ച് ഏപ്രിലാണ് എക്സാം വരുന്നത്, നിങ്ങൾ പഠിക്കും എന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ ബാങ്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ
അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ www.aicofindia.com കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലോഗിൻ ID ഒക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, എക്സാം എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.